നമസ്കാരം. ഇറാൻ യുദ്ധത്തിനിടെ ഇറാഖിലെ ഇറാൻ അനുകൂല ഷിയ മിലിഷ്യ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് സൗദി അറേബ്യ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇസ്രായേൽ സഖ്യം ഇറാനെ ആക്രമിച്ചതിനെ തുടർന്ന് മേഖലയിലാകെ പടർന്ന യുദ്ധത്തിന്റെ ഭാഗമായി നടന്ന ഈ സൈനിക നീക്കങ്ങൾ ഇതുവരെ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യയ്ക്ക് പുറമെ കുവൈറ്റിൽ നിന്നും ഇറാഖിലെ മിലിഷ്യ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടി ഉണ്ടായതായാണ് വിവരം. ഇറാഖിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, പാശ്ചാത്യ ഉദ്യോഗസ്ഥർ തുടങ്ങി വിഷയവുമായി ബന്ധപ്പെട്ട 6 പേരെ ഉദ്ധരിച്ച വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. സൗദി അറേബ്യയുടെ വടക്കൻ അതിർത്തിയോട് ചേർന്നുള്ള ഇറാഖിലെ മിലിഷ്യ താവളങ്ങളിലാണ് സൗദി യുദ്ധവിമാനങ്ങൾ ബോംബിട്ടത്. ഏപ്രിൽ 8 ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടടുത്ത ദിവസങ്ങളാണ് ഈ ആക്രമണങ്ങൾ നടന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സൗദി അറേബ്യയ്ക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും നേരെ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടത്തിയ കേന്ദ്രങ്ങളെയാണ് സൗദി പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഇറാഖിലെ മിലിഷ്യകളുടെ സജീവ സാന്നിധ്യം ഗൾഫ് മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായതോടെയാണ് ഇത്തരമൊരു സൈനിക നീക്കത്തിലേക്ക് സൗദി അറേബ്യ കടന്നത്. കുറഞ്ഞത് 2 തവണയെങ്കിലും കുവൈറ്റ് പ്രദേശത്ത് നിന്നും ഇറാഖിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ നടന്നതായി ഇറാഖ് സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഏപ്രിലിൽ തെക്കൻ ഇറാഖിലെ മിലിഷ്യ താവളങ്ങളിൽ നടന്ന ഇത്തരം ആക്രമണങ്ങളിൽ നിരവധി പോരാളികൾ കൊല്ലപ്പെടുകയും ഇറാൻ അനുകൂല ഗ്രൂപ്പായ കതൈബ് ഹെസ്ബുള്ളയുടെ ആശയവിനിമയ കേന്ദ്രങ്ങളും ഡ്രോൺ പ്രവർത്തന കേന്ദ്രങ്ങളും തകരുകയും ചെയ്തു. എന്നാൽ ഈ റോക്കറ്റുകൾ കുവൈറ്റ് സൈന്യമാണോ അതോ അവിടെ വലിയ തോതിൽ താവളം അടിച്ചിട്ടുള്ള US സൈന്യമാണോ തൊട്ടടുത്തെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വിഷയത്തിൽ പ്രതികരിക്കാൻ US സൈന്യമോ കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയമോ ഇറാഖ് സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല. സമാധാനവും സുരക്ഷയുമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രതികരിച്ചെങ്കിലും ഇറാഖിലെ ആക്രമണങ്ങളെക്കുറിച്ച് നേരിട്ടുള്ള മറുപടി നൽകിയില്ല.